ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 16 ഡിസംബർ 2020 അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്നും തിരിച്ചു വരുമ്പോൾ സരസ്യമ്മ സുമിത്രയുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. തങ്ങളോട് ചോദിക്കാതെ സുമിത്ര കട ഉദ്ഘാടനത്തിനായിട്ട് തിരുമാതാരത്തെ ക്ഷണിക്കാൻ പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നിന്റെ ഭാര്യയെ നീ നിലയ്ക്ക് നിർത്തണം. അവളെ ഡിവോഴ്സ് ചെയ്യുന്നത് വരെ അവളുടെ കടിഞ്ഞാൻ നിന്റെ കയ്യിലായിരിക്കണം. നീ ആയിരിക്കണം അവളെ ഭരിക്കേണ്ടത് എന്നൊക്കെ സരസ്വതിയമ്മ സിദ്ധാർത്ഥനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുക, ഞാൻ അവളെ ഒന്ന് കാണട്ടെ, ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും സുമിത്ര സിദ്ധാർത്ഥിന് മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ സുമിത്രയോട് ചോദിക്കണം, നീ ഇന്ന് നിന്റെ കട ഉദ്ഘാടനത്തിനായിട്ട് സിനിമാ താരത്തെ ക്ഷണിക്കാൻ പോയിരുന്നോ? അല്ല, നീ ആരോട് ചോദിച്ചിട്ടാ പോയത്? എന്നോട് ചോദിച്ചിരുന്നോ? അല്ല, നിനക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു രീതി ആയല്ലോ ഇപ്പം എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയാം, അല്ല, നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം എന്താ? കോടതിയിൽ അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടായിരുന്നോ? കോടതിയിലുള്ള വ്യവസ്ഥകളല്ലാതെ മറ്റൊന്നും നമ്മൾ തമ്മിൽ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം എന്ന് സുമിത്ര സിദ്ധാർത്ഥന് മറുപടിയും കൊടുക്കുന്നു. അതേസമയം ശിവദാസ മേനോൻ അങ്ങോട്ട് വരുന്നു. ശിവദാസ മേനോൻ പറയുകയാണ്, സുമിത്ര കൊണ്ടുപോയത് ഞാനാണ്. ഞാൻ പറഞ്ഞിട്ട്, ഞാൻ നിർബന്ധിച്ചിട്ടാണ് സുമിത്ര വന്നത്. അവൾ ആദ്യം എതിർപ്പൊക്കെ പറഞ്ഞിരുന്നു. ഞാനാണ് അവളെ കൊണ്ടുപോയത്. അപ്പം സിദ്ധാർത്ഥ് പറയും, അച്ഛൻ ഇവളുടെ പേരിൽ ഈ വീട് എഴുതി കൊടുത്തിട്ട് ഈ വീട് നശിപ്പിക്കും. ഇവളുടെ പേരിൽ ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട കാര്യം എന്താ? ഇവളുടെ ഇഷ്ടത്തിന് നടക്കുക എന്നൊക്കെ പറയുന്നു. അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നത് സിദ്ധാർത്ഥ് സുമിത്രയുടെ മുറിയിലേക്ക് വരുന്നു. അപ്പോൾ സുമിത്ര സിദ്ധാർത്ഥിനോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഈ മുറിയിലോട്ട് വരേണ്ടിയുള്ള കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയാം, ഞാനിപ്പോഴും നിന്റെ ഭർത്താവാണെന്നുള്ള കാര്യം നീ ആലോചിക്കണം. അതുകൊണ്ട് നീ എവിടെ പോകണമെങ്കിലും എന്നോട് അനുവാദം ചോദിക്കണം. അല്ലാതെ നിന്റെ ഈ തന്നിഷ്ടത്തിന് നടപ്പുണ്ടല്ലോ, അതൊക്കെ നിർത്തണം. നീ ഇന്ന് സിനിമാ താരത്തെ കാണാൻ പോയത് നീ എൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ എന്നോടോ നീ അനുവാദം ചോദിച്ചിട്ടാണോ പോയത് എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സുമിത്ര പറയുവാണ്, നിങ്ങളോട് അനുവാദം ചോദിക്കാനുള്ള കാര്യം എനിക്കില്ല. കാരണം നിങ്ങളുടെ 3 മക്കളെ ഞാൻ പ്രസവിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ദയയോ ദാക്ഷിണ്യോ കാണിക്കാതെ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഒരുങ്ങുക. നിങ്ങളോട് ഞാൻ എന്താ നിങ്ങൾ അനുസരിക്കണോ? അങ്ങനെ അനുസരിക്കാനുള്ള കാര്യം എന്താ എന്ന് തന്നെയാണ് സുമിത്ര ചോദിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് നമ്മുടെ അനന്യ എവിടെ പോകാനായിട്ട് റെഡി ആവുകയാണ്. നല്ല സന്തോഷത്തിൽ എവിടെ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പം അനിരുദ്ധ ചോദിക്കുവാണ്, അല്ല അനന്യ, നീ ഇത്ര സന്തോഷത്തിൽ ഒരുങ്ങുവാണല്ലോ, എവിടെ പോവുക? നിന്റെ വീട്ടിൽ പോകാനാണോ എന്ന് പറയുമ്പം, എൻ്റെ വീട്ടിലൊന്നുമല്ല, നിനക്ക് എപ്പോഴും എൻ്റെ വീട്ടിൽ പോണ കാര്യം മാത്രമേ ഉള്ളൂ. നീ പെട്ടെന്ന് റെഡി ആവ്, നമുക്ക് സുമിത്രാനിയുടെ ഉദ്ഘാടനത്തിന് ഉള്ള ഡേറ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ജോത്സ്യനെ കാണാൻ പോവുകയാണ് എന്ന് അനന്യ പറയുമ്പോഴത്തേന് അനിരുദ്ധ പറയും, എനിക്ക് താല്പര്യമില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് തന്നെ അനന്യയോട് പറയണം. അപ്പം നീ വരുന്നെങ്കിൽ വന്നാൽ മതി, ഞാൻ എന്തായാലും പോവാന്ന് പറഞ്ഞുകൊണ്ട് അനന്യ പോകുന്നു. ഈ സമയം സുമിത്രയെ ഒരുങ്ങി താഴോട്ട് വരുന്നു. പ്രതീക്ഷും അനന്യയും സുമിത്രയും കൂടെയാണ് പോകാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പം നമ്മുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട്, മക്കളെ പെട്ടെന്ന് പോയിട്ട് വാ, നല്ലൊരു ഡേറ്റ് എടുത്തോണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേന് അപ്പോഴാണ് സരസ്വതി അമ്മയും സിദ്ധാർത്ഥ് പറയുന്നത് ഇവർ പോകുന്നത് ജോത്സ്യനെ കാണാനാണെന്ന്. അപ്പം സരസ്വതി അമ്മ പറയാണ്, ഇപ്പം നിങ്ങൾ ഞങ്ങളോടൊന്നും പറയാതെ നിങ്ങൾ കട ഉദ്ഘാടനത്തിനായിട്ടുള്ള ഡേറ്റ് എടുക്കാൻ പോവുകയാണോ? ഇപ്പം സിനിമാ താരമാണ് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇവളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ താരം വരാൻ പോവുക, സിനിമാ താരത്തിന് വേറെ പണിയൊന്നുമില്ല എന്ന് തന്നെ സരസ്വതി അമ്മ പറയുവാണ്. അപ്പോൾ പ്രതീക്ഷ പറയുക, അച്ഛമ്മ വിഷമിക്കേണ്ട, സിനിമാ താരം ചുമ്മാതെ ഒന്നും അല്ല വരുന്നത്, 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സിനിമാ താരം വരുന്നത് എന്ന് പറയുന്നു. അപ്പം സിദ്ധാർത്ഥ് പറയും, 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപ കൊടുക്കുക, ഇവിളയിൽ എങ്ങനെയാ പൈസ? അല്ല, ഈ വീട് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ആണോ ഇവൾ 5 ലക്ഷം രൂപ കൊടുക്കുന്നത്? അച്ഛൻ ആരോടും ചോദിക്കാതെ ഇവളുടെ പേരിൽ വീട് എഴുതി കൊടുത്തതല്ലേ, അനുഭവിക്ക് എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേനും ശിവദാസ മേനോൻ പറയുക, സിദ്ധാർത്ഥേ, നീ ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. കാരണം സുമിത്രയ്ക്ക് പൈസ കൊടുക്കുന്നത് ഞാനോ അല്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടോ അങ്ങനൊന്നും അല്ല, അവളുടെ കൂട്ടുകാരൻ നിലീനയാണ് സുമിത്രയ്ക്ക് പൈസ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ശിവദാസ മേനോനും പോകുന്നു. അപ്പം സിദ്ധാർത്ഥും സരസ്വതി അമ്മയും പിന്നീട് സംസാരിക്കും, അപ്പം പൈസ കൊടുപ്പുകാരി നിലീനയും സുമിത്ര വരെ നടത്തിപ്പുകാരിയും ആണല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സരസ്വതി അമ്മ വേദികയെ വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കുവാണ്. വീട്ടിൽ നടന്നതും സുമിത്ര ജോത്സ്യനെ കാണാൻ പോയിരിക്കുന്ന കാര്യങ്ങളും പ്രശസ്ത സിനിമാ താരം കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന കാര്യമൊക്കെ വേദികയെ വിളിച്ച് പറയുകയാണ്. മോളെ, എങ്ങനെയെങ്കിലും ഇക്കാര്യം ഒന്ന് മുടക്കണം. ഇപ്പോൾ സിനിമാ താരം സുമിത്രയുടെ കട ഉദ്ഘാടനം ചെയ്യാൻ വരരുത്, അവളുടെ നെകളിപ്പ് കൂടും, അവളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ ആരും വരരുത്, അവളുടെ കട പൂട്ടിപ്പോണം എന്നുള്ള രീതി തന്നെ പറയുകയാണ്. അപ്പം വേദിക പറയുകയാണ്, അമ്മ വിഷമിക്കേണ്ട, സുമിത്രയുടെ കട ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ താരമൊന്നുമല്ല, ആരും വരാൻ പോണില്ല, ഈ ഉദ്ഘാടനം നടക്കാൻ പോണില്ല, അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം. അമ്മ ഒരു കാര്യം ചെയ്യും, അവർ ഡേറ്റ് എടുത്ത് വരുമല്ലോ, അപ്പോൾ ആ ഡേറ്റ് എന്നെ ഒന്ന് അറിയിക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ അതോർത്ത് അമ്മ വിഷമിക്കേണ്ടെന്ന് പറയും. അപ്പം സരസ്വതി പറയുന്നു, നീ മോളെ എൻ്റെ മരുമോള്, നിന്നെ ഞാൻ കാത്തിരിക്കുമായിരുന്നു, ഇങ്ങനെയുള്ള മരുമോള്, എനിക്ക് പറ്റിയ മരുമോള് തന്നാ നീ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ സരസ്വതി അമ്മ ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത്
ഓഫീസിൽ ചെന്ന സിദ്ധാർത്ഥം വേദികയും ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ്. സുമിത്രയോട് തലേന്ന് സംസാരിച്ച കാര്യം അല്ലെങ്കിൽ സിനിമാതാര ഉദ്ഘാടനം വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാണ്. അപ്പം സിദ്ധാർത്ഥ് പറയുക, അവളുടെ കൂട്ടുകാരി നിലീനയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, അവളാണ് ഇത് സുമിത്ര ഇങ്ങനെ വഷളാക്കുന്നത് എന്നൊക്കെ പറയുവാണ്. അപ്പം വേദിക പറയുവാണ്, സിദ്ധുവിന് ആഗ്രഹമുണ്ടോ സുമിത്രയുടെ കട നടക്കരുതെന്ന്, ഇങ്ങനെ ഒരു സംരംഭം നടക്കരുതെന്ന്, അല്ലെങ്കിൽ സുമിത്രയുടെ അഹങ്കാരം കുറയ്ക്കണമെന്ന് സിദ്ധുവിന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പം, അവൾ എൻ്റെ കാൽക്കീഴിൽ തന്നെ വരണം, അല്ലെങ്കിൽ ഭർത്താവില്ലാത്തതിൻ്റെ കുറവ് അവൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, കാരണം അവളുടെ നെകളിപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേന് വേദിക പറയുവാണ്, അപ്പം സിദ്ധുവിന് ആഗ്രഹമുണ്ടല്ലേ, സിദ്ധു ഒട്ടും വിഷമിക്കേണ്ട, അവളുടെ കട ഉദ്ഘാടനം ഒന്നും നടക്കാൻ പോണില്ല, വാതിൽ ചെയ്യാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം, ആദ്യം ഡേറ്റ് ഒന്ന് കിട്ടട്ടെ, ഡേറ്റ് എടുക്കാൻ പോയിരിക്കുമല്ലേ അവർ, അപ്പം ഡേറ്റ് ഒന്ന് കിട്ടട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിനെ സമാധാനിപ്പിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരസിയമ്മ അനിരുദ്ധിന് കുറച്ച് വിഷം കുത്തിവെച്ച് കൊടുക്കുവാണ്. എന്ന് വെച്ചാൽ അനിരുദ്ധിനോട് നമ്മുടെ അനന്യയും പ്രതീക്ഷിനെയും ചേർത്ത് പറയുവാണ്, എന്നാലും എൻ്റെ അനിക്കുട്ടാ, നിന്റെ ഭാര്യ നിന്നോടൊപ്പം അല്ലാതെ നിന്റെ അനിയൻ്റെ കൂടെയാണോ സർക്കിട്ട് ചെയ്യേണ്ടത്? അവൾ എന്നെ വിളിച്ചിരുന്നു അച്ചമ്മേ, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ ഞാൻ പോവാത്തത് എന്നൊക്കെ അനിരുദ്ധം പറയുന്നുണ്ടെങ്കിലും സരസിയമ്മ വീണ്ടും പറയാം, നീ നിന്റെ ഭാര്യയെ വരയ്ക്ക് നിർത്തണം. ഇന്ന് അവൾ നിന്റെ അനിയനോടൊപ്പം സുമിത്രയുടെ കട ഉദ്ഘാടനത്തിന് സമയം കുറിക്കാൻ ജോത്സ്യനെ കാണാൻ പോയി. മുൻപൊരിക്കലും സുമിത്രയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവനോടൊപ്പം അവളെ തിരക്കാനായിട്ട് പോയി. നിനക്ക് പഠിപ്പും വിവരവും ഉണ്ട്, പക്ഷെ ലോകപരിചയവും അച്ചമ്മയുടെ അത്രയില്ല. അതുകൊണ്ട് അച്ചമ്മ വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ പിന്നീട് നീ പറയത്തില്ലേ അച്ചമ്മ എന്താ എന്നോട് ഇതൊന്നും പറഞ്ഞു തരാത്തേന്ന്. അപ്പോൾ അനിരുദ്ധ് എന്തോ ആലോചിക്കുന്നു, അനിരുദ്ധിന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അനിരുദ്ധ് പോകുന്ന സമയത്ത് മല്ലിക ഇതെല്ലാം കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പം മല്ലിക ഇത് കേട്ടോണ്ടിരിക്കുന്ന സരസിയമ്മ കണ്ടിട്ട് മല്ലികയോടായിട്ട് സരസിയമ്മ പറയുക, അല്ല നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ, നീ ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നില്ലേ എന്ന് പറയുമ്പോഴത്തേന് മല്ലിക തിരിച്ചു പറയുക, എന്നാലും എൻ്റെ സരസ്വതിയമ്മേ, നിങ്ങൾ ആൾ കൊള്ളാലോ, നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വിഷം ഉണ്ടായിരുന്നോ എന്ന് പറയുന്നു. നിങ്ങൾ 25 വർഷം ഒന്നിച്ച് ജീവിച്ച ഭാര്യയും ഭർത്താവിനെ നിങ്ങൾ പിരിച്ചു, ഇനി ചേട്ടനെ അനിയനെയും കൂടെ തമ്മിൽ അടുപ്പിക്കാനാണോ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞ് മല്ലികയും പോകുന്നു. അപ്പോൾ സരസ്വതിയമ്മ ആകെ ചമ്മി നാണം കെട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.